പക്ഷേ മുറിവ് ശരിക്കും അറിയുന്നില്ല. പോകുന്നു അവിടെ ഇങ്ങനെ ഇൻഫെക്ഷൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവുകൊണ്ട് വീട്ടിലാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു. പിന്നെ അവർ ഒരാഴ്ച 2 മാസം ഒരാഴ്ച 1 മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് മാറാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അതിൽ പിന്നെ ചെന്ന് അവർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കാലിൻ്റെ കുറച്ചും കൂടി മേലേക്ക് മുറിക്കുക എന്ന് പറഞ്ഞ് കാല് കുറച്ചും കൂടി മേലേക്ക് മുറിച്ച്. അപ്പോൾ അവിടുന്ന് എനിക്ക് ഫുള്ള് ബോധമൊന്നും പോയിട്ടുണ്ടായില്ല. അവിടുന്ന് എന്നോട് പറയുന്നുണ്ട് ഒരു കാല് ശരിയാവില്ല, മേലേക്ക് മുറിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അങ്ങനെ മുറിക്കാൻ അയക്കാതെ താഴെ തന്നെ മുറിച്ച് ഒന്നുകൂടി മുറിച്ച്. അപ്പോൾ 2ാമത്തെ മുറിയാണ് മുറിച്ച്. പിന്നെ അങ്ങനെ മുറിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം ഒരു 3 ദിവസം കൂടി കഴിഞ്ഞ് പറ്റ ഇതായി ഒരു എല്ലിൻ്റെ ഉള്ളൊക്കെ പോവായി കണ്ട് ആകെ സ്വീപ്പായിരുന്നു. അതിൽ പിന്നെ മേലേക്ക് മുറിച്ചതെന്ന് പറഞ്ഞ് ഇപ്പോൾ തൊടൻ്റെ അവിടെ മുറിച്ച്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു സ്റ്റിച്ചൊക്കെ എടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് അപ്പം അങ്ങനെ അത് ഇതായത് ഇപ്പോൾ ഒക്കെ ശരിയായി വരുന്നുണ്ട്. ഇനി അത് ആ ബ്ലോക്ക് ഉണ്ടാവുകൊണ്ട് മുറിവ് മാറാത്തതാണ് മെയിൻ പ്രശ്നം. ബ്ലോക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു, മാറുന്നില്ല അത്രേ. ആ ബ്ലോക്ക് മാറ്റാനതിൻ്റെ ഇടയിൽ എനിക്കൊരു ഓപ്പറേഷനൊക്കെ നടത്തിയിരുന്നു കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പം അങ്ങനെ കാല് ഇല്ലപ്പോൾ ഫുള്ളും പോയി. പിന്നെ കാല് ഇങ്ങനെ ആവാൻ മെയിനായിട്ട് കാരണം ഇതിൻ്റെ ഇത് തന്നെയാണ്. ഞാൻ സിഗരറ്റ് വലിച്ചിരുന്നു. അങ്ങനെ സിഗരറ്റ് വലിച്ച അതിൻ്റെ അഡിക്ഷന് കാരണമാണ്. അതായത് ബ്ലോക്ക് വരാൻ കാരണം സിഗരറ്റ് വലിച്ചതാണ്. അപ്പോൾ അത് എല്ലാവരും സിഗരറ്റ് വലി ഇതൊക്കെ നിർത്തുക, പിന്നെ അതിനൊന്നും അഡിക്റ്റ് ആവാതെക്കുക. പിന്നെ അങ്ങനെ സഹായിക്കാൻ ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ക്ലബ്ബും സുഹൃത്തുക്കളൊക്കെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ ഫുട്ബോൾ കളിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ സഹായം ഇതൊക്കെ എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. നമ്മളെ അടുത്തുള്ള എല്ലാ ക്ലബ്ബുകളും നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാവും അവർ സഹായം സഹകരണമൊക്കെ ഉണ്ട്. ഇപ്പോഴൊക്കെ അവർ സഹായിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്, കുടുംബക്കാരും എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഏതായാലും സിഗരറ്റിൽ ഇതൊക്കെ എല്ലാവരും നിർത്തിക്കാണ്ട് ഒക്കെ നോക്കുക. പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. വരുന്നതിൻ്റെ മുന്നേ നമുക്ക് അഡിക്റ്റ് ആവാതെ നിൽക്കുക എല്ലാവരും. നമ്മളത് ഏതായാലും ഇങ്ങനെ ആയി. ഇനി വേറെ ആൾക്ക് ഇത് ആവാക്കട്ടെ എഴുതിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ ഇവരൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഒരു രസത്തിന് പഠിച്ചിരുന്നതാണിത്. അവിടുന്ന് ഒരു ആളാവാനുള്ളതിന് സിഗരറ്റിലേക്ക് തുടങ്ങുന്നത്. പിന്നെ അതുകൊണ്ട് അഡിക്റ്റ് ആവുകയാണ്. ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. പിന്നെ എൻ്റെ കാല് പോയ കഥ ഇങ്ങനെ എല്ലാവരും ചോദിക്കലുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കൂടി അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ അജ്മാനിലായിരുന്നു, ദുബായിൽ UAE അജ്മാനിൽ മുൾക്കോയിലായിരുന്നു എൻ്റെ റൂമുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രി അങ്ങനെ കടന്ന് രാവിലെ നീച്ചപ്പോൾ എൻ്റെ കാലിൻ്റെ ചെറുവിരലിങ്ങനെ തരിച്ച് അത് കുറച്ച് കഴിഞ്ഞതിൽ ഇങ്ങനെ തരിപ്പ് കൂടി വന്ന് കുറച്ചുകൂടി മേലേക്ക് തരിച്ച്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഇങ്ങനെ വേദന സൂചിയൊക്കെ അടിച്ച് പോന്നു. പിന്നെ റൂമിലേക്ക് എത്തിയപ്പോൾ പിന്നെയും തരിച്ച്, പിന്നെയും വേദന കൂടി. അപ്പോൾ പിന്നെയും പോയി, അവിടെ പോയി വേദന സൂചി പിന്നെയും അടിച്ച്. പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ കുറച്ച് നേരം കിടന്ന് വേദന സൂചി തന്നെ അടിച്ച്. പിന്നെ അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു എന്നോട്, ഇങ്ങനെ വേദന മാറിയിട്ടില്ലെങ്കിൽ ഇനി നാട്ടിൽ പോയിക്കോ, ഇവിടെ ചികിത്സ എനിക്ക് താങ്ങൂല എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നാട്ടിൽ പിറ്റേ ദിവസം ആയി. ഒരു രാത്രി അതിൽ ഞാൻ ചൂടുവെള്ളത്തിൽ യൂട്യൂബിലൊക്കെ നോക്കി, ചൂടുവെള്ളത്തിൽ വെച്ച് തരിപ്പ് വന്നാൽ എങ്ങനെ ചെയ്യാമെന്നില്ല. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി ചൂടുവെള്ളത്തിൽ വെച്ച് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇതിൻ്റെ കാലിൻ്റെ കളറ് വേറൊരു കളറായി മാറി. ഒരു കാപ്പി ബ്രൗൺ കളറുണ്ടായി അതിൽ. അപ്പം ഞാൻ കരുതിയ രാത്രി ചൂടുവെള്ളത്തിൽ വെച്ച ചൂട് എനിക്കറിയാം, തരിപ്പ് കാരണം അറിയാനിട്ട് പൊള്ളിയതാണെന്ന്. പിന്നെ ഏതായാലും വേദന കൂടി ഇങ്ങനെ നാട്ടിലേക്ക് വന്ന് ഇവിടേക്കൊരു രാത്രി 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അവിടെ എയർപോർട്ടിലൊക്കെ മറ്റേ വീൽ ചെയറിലൊക്കെയാണ് വന്നത്. പിന്നെ ഇവിടെ രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഇതായി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി. മറ്റേ മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിലാണ് പോയത്. അങ്ങനെ ഞാൻ മറ്റേ മലബാർ ഹോസ്പിറ്റലിൽ പോയി.
മഞ്ചേരി. അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർ കണ്ടൽക്ക് തന്നെ പറഞ്ഞു, ഇങ്ങനെ കാലിന് ബ്ലോക്ക് വന്നതാണ്, അല്ല എൻ്റെ കാല് പൊള്ളിയതൊന്നല്ല. അതുവരെ ഞാൻ കാല് പൊള്ളി എന്നാണ് വിചാരിച്ചത്, പക്ഷേ കാല് പൊള്ളിയതൊന്നല്ല, ബ്ലോക്ക് വന്നാണ്. അപ്പോൾ അതൊന്ന് 2-3 ടെസ്റ്റൊക്കെ ഞാൻ നടത്തിയിട്ട് പിന്നെ അവർ പറഞ്ഞു അവിടെ അതിന് ഫെസിലിറ്റീസ് ഇല്ല, അവിടെ ഉണ്ട് എന്തോ താൽക്കാലികം എന്തോ കേടാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അവർ കോഴിക്കോട് മെട്രോ പറഞ്ഞൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത്. അവിടെ പോയി മെട്രോയിൽ പോയി. പിന്നെ അപ്പോൾ അവിടുന്ന് ഡോക്ടർ നോക്കി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പറഞ്ഞു അത് അവരെ സമയം വൈകി, അപ്പോൾ ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയൂലെന്ന്, സമയം വൈകിയായിരുന്നു. അതിൽ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് നമ്മൾ ഇക്ര ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇക്ര ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടുന്ന് കുറേ 2-3 ഡോക്ടറെ കണ്ട്. അവിടെ ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് കാലിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് കാല് മുറിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് കാല് മുറിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സങ്കടം കൊണ്ട് നമ്മൾ പോകുന്നില്ല. അതായത് പിന്നെ കുറച്ച് ഇതും കൂടി നോക്കാമെന്ന് കരുതി. അവിടുന്ന് CT സ്കാനിങ്ങും ഇതൊക്കെ എടുത്ത് എല്ലാ ടെസ്റ്റും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ഇതാക്കിയിട്ട് ഞങ്ങൾ പോകുന്ന അവിടുന്ന്. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആയില്ല. പിന്നെ രാത്രിയായി, അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു.